الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا سيدي، عليك يا عليك يا سيدي، عليك يا سيد الأولين والآخرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, റയ്യാനിലേക്ക് സ്വാഗതം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പരിശുദ്ധ കലിമത്ത് തയ്യിബയുടെ തീരത്തണയ്ക്കുവാൻ ലോകത്തിനെമ്പാടുമുള്ള അനവധി ശിഷ്യഗണങ്ങളുള്ള ബഹുമാനപ്പെട്ട ഹസ്രത്ത് സുൽത്താൻ ഷാ ഖാദിരി ആലുവ മഹാനുഭാവനാണ് തസൗഫ് സംബന്ധമായ വിജ്ഞാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇരുളടഞ്ഞ ഈ ആധുനിക ലോകം പ്രഭാതത്തിന് വേണ്ടിയുള്ള തൃഷ്ണ പോലുമില്ലാതെ ഇരുട്ടിൽ ലയിച്ച് ഭൗതിക സുഖാസക്തരായി സ്വന്തം ശരീരങ്ങളുടെ തടവറകളിൽ കഴിഞ്ഞുകൂടുന്നു. ഉപരിലോകങ്ങളെ, ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ അവർ ശ്രദ്ധിക്കുന്നേയില്ല. കണ്ണുകൾ ഉയരങ്ങളിലേക്കല്ല, പാതാളങ്ങളിലേക്കാണ്. അതിനാൽ അവർക്കെങ്ങനെ ആ നക്ഷത്രത്തെ കാണാനാകും? കണ്ടാൽ തന്നെ അതിനെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? അഥവാ സമയമുണ്ടായാലോ നക്ഷത്രത്തിൻ്റെ വെളിച്ചം ദർശിക്കാനുള്ള ആത്മശേഷിയോ ബോധത്തെ ജീവിപ്പിക്കുന്ന ജ്ഞാനമോ ഇല്ല. ഇരുളിൻ്റെ ശക്തികളൊന്നാകെ അറിഞ്ഞില്ലെങ്കിലും ലോകമൊട്ടുക്കും ശിഷ്യഗണങ്ങളുള്ള ധ്രുവനക്ഷത്രമാണ് അഷേഖ് ഹസ്രത്ത് സുൽത്താൻ ഷാ ഖാദിരി ആലുവ. ഇത്തരം നക്ഷത്രങ്ങളെ കണ്ടെത്തി സന്മാർഗത്തിൽ അഥവാ തൗഹീദിൽ അണിചേരുന്നവർ എക്കാലത്തും വളരെ തുച്ഛമായിരുന്നു. ഇരുളിൻ്റെ ശക്തികൾ മാനവനേത്രങ്ങളിൽ ഈ ധ്രുവനക്ഷത്രത്തെ മറയ്ക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാലോ പൊതുജനം കൂടുതൽ കൂടുതൽ ഈ നക്ഷത്രത്തിനെ കാണാനായി ഉറ്റുനോക്കാൻ തുടങ്ങും. ആദ്യം സംശയത്തോടെ, പിന്നെ കൗതുകത്തോടെ, അത് കഴിഞ്ഞാൽ ഹൃദയാഭിലാഷത്തോടെ.
ആധുനിക ലോകത്ത് ഇസ്ലാമിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ സമർപ്പിക്കപ്പെടുകയുണ്ടായി. വിവിധ പ്രസ്ഥാനങ്ങൾ പലതരത്തിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചു. സമഗ്ര ഇസ്ലാം എന്ന സങ്കല്പം എത്രത്തോളം പരിമിതമായിരുന്നു. ഭിന്നതകളുടെ ആധിക്യം സത്യത്തെ മൂടിപ്പുതഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് പ്രവാചകന്മാരും ആത്മജ്ഞാനികളായ നവോത്ഥാന നായകരും കാണിച്ചു തന്ന പാരമ്പര്യ ഇസ്ലാമിനെ ഹസ്രത്ത് അഷേഖ് സുൽത്താൻ ഷാ ഖാദിരി നമുക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്.